മൂന്നാമത്തെ ഒരു ചോദ്യം, പെരുന്നാൾ നിസ്കാരങ്ങളിൽ അധികരിച്ചുള്ള തക്ബീറാത്തുകൾക്കിടയിൽ സുബ്ഹാനല്ലാഹ് എന്ന് തുടങ്ങുന്ന ദിക്റുകൾ പറയലാണോ അതല്ല പറയാതിരിക്കലാണോ സുന്നത്ത് എന്നുള്ളതാണ്. പെരുന്നാൾ നിസ്കാരം നമുക്കറിയാം, ആദ്യത്തെ റക്അത്തിൽ 7 തക്ബീറാത്തും രണ്ടാമത്തെ റക്അത്തിൽ 5 തക്ബീറാത്തും സിയാദത്തായിട്ടുണ്ട്. ആ തക്ബീറാത്തുകൾക്കിടയിൽ ദിക്ർ എന്തെങ്കിലും പറയലാണോ അല്ല പറയാതിരിക്കലാണോ സുന്നത്ത് എന്നുള്ളതാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ, ആലിമീങ്ങൾ ഈ മസ്അലയിൽ 2 അഭിപ്രായക്കാരാണ്. ഒരു വിഭാഗം പണ്ഡിതന്മാർ, ഇമാം മാലിക്, ഇമാം അബു ഹനീഫ, ഇമാം അൽ ഔസാഇ റഹിമഹുമുല്ലാഹു ജമീഅൻ, ഇവരെ പോലുള്ള പണ്ഡിതന്മാർ ആ തക്ബീറാത്തുകൾക്കിടയിൽ ദിക്റുകളൊന്നും പറയേണ്ടതില്ല എന്ന അഭിപ്രായക്കാരാണ്. എന്നാൽ മറുവിഭാഗം പണ്ഡിതന്മാർ, ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ് റഹിമഹുമുല്ലാ, അവരെ പോലുള്ള പണ്ഡിതന്മാർ ഈ തക്ബീറാത്തുകൾക്കിടയിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയും അള്ളാഹുവിനെ പുകഴ്ത്തുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വലാത്ത് പറയലും ചെയ്യാം, അത് അനുവദിക്കപ്പെട്ടതാണ്, മശ്റൂ ആണ് എന്ന അഭിപ്രായക്കാരാണ്. പണ്ഡിതന്മാർ ഈ രീതിയിൽ 2 അഭിപ്രായം പറയാൻ കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സഹീഹായ ഒരു ഹദീസും സ്ഥിരപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. പെരുന്നാൾ നിസ്കാരത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തക്ബീറാത്തുകൾക്കിടയിൽ എന്തെങ്കിലും ഒരു ദിക്ർ പറഞ്ഞതായിട്ട് സ്ഥിരപ്പെട്ട ഒരു ഹദീസും കാണാൻ കഴിയില്ല. പക്ഷേ ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ് റഹിമഹുമുല്ലാ, അവരെ പോലുള്ള പണ്ഡിതന്മാർ അള്ളാഹുവിനെ സ്തുതിക്കലും മറ്റുള്ള ദിക്റുകളും അള്ളാഹുവിനെ പുകഴ്ത്തുകയും റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് പറയുകയും ചെയ്യുന്ന ദിക്റുകൾ പറയൽ മശ്റൂ ആണ് എന്ന് പറയാനുള്ള തെളിവ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. ഇമാം ഇബ്നു ഖുദാമ, അതുപോലെ തന്നെ ഇമാം ബൈഹഖി, ഇമാം തബറാനി എന്നിവരൊക്കെ ഉദ്ധരിച്ച ഹദീസാണ്. ഇമാം നവവി റഹിമഹുല്ലാ അത് ഹസനാണെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇമാം അൽബാനി റഹിമഹുല്ലാ ആ ഹദീസിൻ്റെ സനദ് നല്ല സനദാണ് എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു ഹദീസ്, അതിൽ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, തബ്ദഉ ഫതുകബ്ബിർ തക്ബീറതൻ തഫ്തതിഹു ബിഹാ സ്വലാ, നിങ്ങൾ ആദ്യം നിസ്കാരം ആരംഭിക്കുന്നതിന് തക്ബീർ പറയുക, പിന്നെ വതഹ്മദു റബ്ബക വതുസല്ലി, പിന്നെ മറ്റുള്ള തക്ബീറാത്തുകൾക്കിടയിൽ നിങ്ങൾ ഹംദ് പറയുകയും റസൂലിൻ്റെ പേരിൽ സലാത്ത് പറയുകയും ചെയ്യുക എന്നൊരു ഹദീസുണ്ട്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദിനോട് പെരുന്നാൾ ദിവസം ചോദിക്കപ്പെട്ടതാണ്, കൈഫ നുസല്ലി കൈഫ നസ്നഉ ഫിസ്സലാ, നമ്മൾ നിസ്കാരത്തിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരെ പഠിപ്പിച്ചൊരു ഭാഗമാണ് ഈ ഹദീസിൻ്റെ ഭാഗം. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് ഈ സംഭവം പറയുന്നിടത്ത്, ഈ സംഭവം പഠിപ്പിക്കുന്ന സ്ഥലത്ത് ഹുദൈഫ, അതുപോലെ തന്നെ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുമ, ഈ 2 സഹാബാക്കൾ ഉണ്ടായിട്ടുണ്ട്. അവർ 2 ആൾക്കാരും അബ്ദുല്ലാഹി ബിൻ മസ്ഊദിനെ സത്യപ്പെടുത്തിയിട്ടുണ്ട്. അഥവാ സഹാബാക്കളുടെ അംഗീകാരം ആ പ്രവർത്തനത്തിനുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഒന്നും സ്ഥിരപ്പെട്ട് വന്നിട്ടില്ലെങ്കിലും അബ്ദുല്ലാഹി ബിൻ മസ്ഊദിൽ നിന്നും സ്ഥിരപ്പെട്ട ഈ സംഭവം, മൗഖൂഫായ ഈ സംഭവത്തിന് മറ്റുള്ള സഹാബാക്കൾ ആരും എതിരായിട്ടില്ല എന്നും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പെരുന്നാൾ നിസ്കാരത്തിൽ അധികരിച്ച തക്ബീറാത്തുകൾക്കിടയിൽ ഇതുപോലുള്ള ദിക്റുകൾ പറയൽ, ഹംദ് പറയൽ, അതുപോലെ തന്നെ സ്വലാത്ത് പറയൽ, അത് വിശാലമായ മസ്അലയാണ്. അത് ചെയ്യുന്നവർക്ക് ചെയ്യാം, അതല്ലാതെ ചെയ്യാതിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കുകയും ചെയ്യാം. അതിൻ്റെ പേരിൽ പരസ്പരം ആക്ഷേപിക്കുകയോ ബിദ്അത്ത് ചാർത്തേണ്ട ആവശ്യമോ ഇല്ല എന്നുള്ളതാണ് പണ്ഡിതന്മാരുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്.